Okay, good afternoon. Miss present. Yes. Mark your attendance. Okay, all of you mark the attendance. അപ്പൊ നമ്മളിപ്പോ 4th ലെസൺ ആണ് പഠിക്കുന്നത് അല്ലേ? എന്താണ് പാഠത്തിന്റെ പേര്? ആരാണ് മുമ്പൻ അല്ലേ? ആരാണ് മുമ്പൻ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? അപ്പൊ നമുക്കിന്ന് 18 പേജ് നമ്പർ 18 ആണ് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ? Take your textbook and page number 18. Okay, 17 വരെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചില്ലേ? അത് ആ ഒരു പേജ് പഠിച്ചില്ലേ? നെക്സ്റ്റ് ഇന്ന് 18ാമത്തെ പേജ് മുതലാണ് എടുക്കാനുള്ളത് അല്ലേ? വായിച്ചിട്ടുണ്ടായിരുന്നോ ആ പാഠം നല്ല പോലെ? വായിച്ചോ മക്കളെ? വായിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? പശുവിന്റെ പ്രസംഗം ഇത്രയും ആയപ്പോഴേക്കും അത് 17ാമത്തെ പാഠത്തിലെ പേജിലെ ലാസ്റ്റിലെ ഇതാണ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും ആട് ചാടി എഴുന്നിട്ട് പരിഹാസ സ്വരത്തിൽ ബേ ബേ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, മതി ശ്രീമതി വീമ്പു പറച്ചിൽ. ആട്ടിൻ പാലിനാണ് പശുവിൻ പാലിനേക്കാൾ ഔഷധ ഗുണമുള്ളതെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഓ വീമ്പു എന്ന് പറഞ്ഞ വീമ്പ് പറച്ചില്ല, ഇങ്ങനെ വെടി പറച്ചിൽ എന്ന് പറയില്ല നമ്മള്, വെറുതെ ഇങ്ങനെ കൂട്ടി കൂട്ടി പറയില്ലേ, അത് എന്താ പറയാ, പൊങ്ങച്ചം അല്ലേ? ചില ആളുകളെല്ലാം പൊങ്ങച്ചം പറയും. വീമ്പ് പറച്ചിൽ അതാണ് പറയുന്നത്, വെടി പറച്ചിൽ എന്നും പറയാം. അപ്പൊ ഇങ്ങനെ എന്താണ്, ഞാൻ വലിയ സംഭവമാണെന്നെല്ലാം പറഞ്ഞ് ചിലവർ അങ്ങനെ സ്വഭാവമുള്ളവരുണ്ട് അല്ലേ, പൊങ്ങച്ചം പറയുന്നവര്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ മതി ശ്രീമതി വീമ്പ് പറച്ചിൽ. അപ്പൊ പശു എന്താ പറഞ്ഞത്? പശുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ ഞാനാണ് അങ്ങനെ ഞാനാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോഴാണ് ആട് കേറിയിട്ട് വന്നിട്ട് പറഞ്ഞത് എന്ത്? മതി മതി വീമ്പ് പറച്ചിൽ, കുറെ ആയി ഞാൻ കേൾക്കുന്നല്ലേ, പൊങ്ങച്ചം പറഞ്ഞ് കുറെ ആയല്ലോ എന്നർത്ഥത്തിലാണ് പറയുന്നത്. ആട്ടിൻ പാലിനാണ് പശുവിൻ പാലിനേക്കാൾ ഔഷധ ഗുണമുള്ളത്. ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന്. ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന് അല്ല അർത്ഥം. ഓക്കെ, ഔഷധ ഗുണമുള്ളതെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ഞങ്ങളുടെ പാലാണ് കുടിച്ചിരുന്നത്. ആട് ഇത്രയും പറഞ്ഞപ്പോൾ പോത്ത് പരുഷമായി ഒന്ന് അമറി തന്റെ പുറത്തിരുന്ന കാക്കയെ വാൽ വീശി അകറ്റിക്കൊണ്ട് പ്രസംഗവേദിയിലേക്ക് കയറി. പോത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. അതുവരെയല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പേജിൽ എന്താണ്? അതുവരെയല്ലേ പഠിച്ചത് മക്കളെ? ഓർമ്മയില്ലേ? ഓണാവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് കുറെ ദിവസം ലീവൊക്കെ ആയി ഇങ്ങനെ വരുമ്പോഴേക്ക് ആർക്കും ഓർമ്മയില്ല എത്ര വരെ പഠിച്ചു എന്നൊന്നും ഓർമ്മയില്ല അല്ലേ? മിസ്സേ, നമ്മൾ കുറെ തിരക്കിലായിരുന്നു. ഓണാവധിയൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് എങ്ങനെയായിരുന്നു ഓണാവധിയൊക്കെ? അടിച്ചു പൊളിച്ചോ? മൊത്തം വീട്ടിൽ മറിച്ചിട്ടോ? പൊളിച്ചു കളഞ്ഞോ? അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഓണമൊക്കെ നല്ല ഗംഭീരമായി ആഘോഷിച്ചു. കുറെ പേരുടെ പൂക്കളൊക്കെ മിസ് കണ്ടു അല്ലേ? സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ മലയാളം ഏതാ ഇത്ര വരെ പഠിച്ചു എനക്ക് ഓർമ്മയൊന്നുമില്ല അല്ലേ? ഓർമ്മയുണ്ടോ? ഇത് മുതലാണ് നമുക്കിനി പഠിക്കാനുള്ളത് അല്ലേ? ശ്രീമതി പശു പറഞ്ഞ 18ാമത്തെ പേജ് ശ്രദ്ധിക്കുവാനും. എവിടെ പോയി? ദുബായിലേക്ക് തിരിച്ചെത്തി. ആരാ പറഞ്ഞേ? ഷാന, ഷെസിൻ. ഓക്കെ. ഓ ഷെസിൻ, ആയിഷ അമനിയോ അല്ലേ? പോയ രണ്ടുപേരും അല്ലേ? എനിക്ക് തോന്നി 2 ദിവസമായിട്ട് മോളെ ക്ലാസ് കണ്ടില്ല, അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലേ? എനിക്ക് ആരോ പറഞ്ഞു അപ്പോ ഗൾഫിൽ പോയെന്ന്. തിരിച്ചെത്തിയല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നില്ലേ? ഓക്കെ. അപ്പോ ശ്രീമതി പശു പറഞ്ഞ ന്യായങ്ങളൊക്കെ ഞാനും കേട്ടു.
ഗോവർഗക്കാരുടെ എല്ലാ ഗുണങ്ങളും കഴിവുകളും ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളെക്കാൾ 10 ഇരട്ടി പാൽ അധികം നൽകുന്നില്ലേ? ആരാണ് കൂടുതൽ ഭാരം വലിക്കുന്നത്? ഞങ്ങളോ കാളകളോ? അല്ലെ? അടുത്ത ആളുടെ ഊഴായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ശ്രീമതി പശു പറഞ്ഞ ന്യായങ്ങളൊക്കെ, പശുവിനെ പറയുന്നത്, പറഞ്ഞ ന്യായങ്ങളൊക്കെ ഞാനും കേട്ടു. ഗോവർഗക്കാരുടെ എല്ലാ ഗുണങ്ങളും കഴിവുകളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളെക്കാൾ 10 ഇരട്ടി പാൽ അധികം നൽകുന്നില്ലേ? ആരാണ് കൂടുതൽ ഭാരം വലിക്കുന്നത്? ഞങ്ങളോ കാളകളോ എന്ന് ചോദിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഓരോരാളും അവരവരുടെ കാര്യങ്ങൾ എടുത്തു പറയണം, എന്നാലല്ലേ സമ്മാനം കിട്ടൂ. ആരാണ് മുമ്പൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പറയാണ് അല്ലേ? ഇത്രയും കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാള പറഞ്ഞു, അങ്ങനെ പറയല്ലേ ചങ്ങാതി. ഇന്ന് ട്രാക്ടറും കാറും ലോറിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കൃഷിയിടങ്ങളിലും പട്ടണങ്ങളിലും ഞങ്ങൾ എത്ര ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത്രയും കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാള എന്തു പറഞ്ഞു? അങ്ങനെ പറയല്ലേ ചങ്ങാതി, അത് അത്ര നിങ്ങൾ കുറച്ച് പറയാൻ പാടില്ല. എന്തുകൊണ്ടാ? ഇന്നല്ലേ ട്രാക്ടറും കാറും ലോറിയും ഒക്കെ ഉണ്ടായത് അല്ലേ? അതിനു മുൻപേ ആരായിരുന്നു? നിലമൊക്കെ ഇതുമറിച്ച് ഞങ്ങളല്ലേ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കൃഷിയിടങ്ങളിലും പട്ടണങ്ങളിലും ഞങ്ങൾ എത്ര ജോലി ചെയ്തിട്ടുണ്ട്. ഓ, അതൊന്നും ഇപ്പോൾ ഓർക്കാനേ വയ്യ. കാള പറയുന്നതിനോട് പശുവും യോജിച്ചു അല്ലെ? അത് ശരിയാണ് കാള പറഞ്ഞത്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും കാളയായിരുന്നു എല്ലാം ചെയ്തിരുന്നത് അല്ലെ? അതിനോട് പശുവും യോജിച്ചു. യോജിക്കുക പറഞ്ഞാല് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി അവരെ കൂടെ പറഞ്ഞു. സദസ്സിലുള്ളവർ തമ്മിൽ കാള പറയുന്നതിനോട് സദസ്സിലുള്ളവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് എല്ലാവരോടും ശാന്തരായിരിക്കാൻ പറഞ്ഞു. സദസ് പറഞ്ഞാരാ? സദസ്സിൽ എന്ന് പറഞ്ഞാല് കാണികളല്ലേ? ഓക്കെ, എല്ലാരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് അവര്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങിയപ്പോഴ് ആര്? അധ്യക്ഷൻ വീണ്ടും ഇടപെട്ടു. അധ്യക്ഷനാണ് ഒരു യോഗം നിയന്ത്രിക്കുന്ന ആളല്ലേ? അപ്പൊ ഒച്ചയാക്കാൻ തുടങ്ങിയ സമയത്ത് അധ്യക്ഷൻ എന്ത് പറഞ്ഞു? അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, എല്ലാവരോടും ശാന്തരായിരിക്കാൻ പറഞ്ഞു. സൈലന്റ് ആയിട്ട് എല്ലാവരും ഇരിക്കു പറഞ്ഞു. ആരും വെറുതെ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അന്നേരം അടുത്തെന്താ? ഉടനെ നായ പ്രസംഗവേദിയിലേക്ക് ചാടിക്കയറി. ബഹു സാമാജികരെ, ഇവിടെ ഓരോരുത്തരും വന്ന് അവരവരുടെ യോഗ്യത പാടുകയാണ്. ഞാൻ ഏതായാലും അതിന് ഭാവമില്ല. ഞങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യരോട് ചോദിക്കുക. അപ്പോ നായ എന്താ പറഞ്ഞത്? ഞാൻ ഏതായാലും എൻ്റെ കഴിവുകൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടി പറയുന്നില്ല. എൻ്റെ കഴിവ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യരോട് ചോദിക്കുക പറഞ്ഞു. എത്ര കഥകളിലും കവിതകളിലുമാണ് ഞങ്ങളെ വാഴ്ത്തിയിരിക്കുന്നത്. മഹാകവികൾ പോലും ഞങ്ങളെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നായ മെല്ലെ ഒന്ന് മുരണ്ട് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി അല്ലെ? നായയുടെ വിശേഷങ്ങൾ അവിടെ ബീമ്പ് പറയാൻ തയ്യാറായില്ല. എന്ത് ചെയ്തു? നായ പറഞ്ഞു, എന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ മനുഷ്യരോട് ചോദിച്ചാൽ മതി. ഞാൻ എത്ര ഗുണം കൊടുക്കുന്ന ആളാണെന്ന്, അതുപോലെ എന്നെ പറ്റിയിട്ട് വാഴ്ത്തിപ്പാടാത്ത കവികൾ ആരുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ നായ എന്താ ചെയ്യുന്നേ? മനുഷ്യരോട് ചോദിക്കാൻ പറഞ്ഞ എന്തിനാ? നായ എന്താ ചെയ്യുക? നായയുടെ ഡ്യൂട്ടി എന്താ മക്കളെ? ഒരു വീട്ടില് കാവൽക്കാരനാണ് അല്ലേ നായ? അപ്പൊ അത് മനുഷ്യരോട് ചോദിച്ചാൽ മതി എന്റെ ഗുണം അറിയണമെങ്കിൽ പറഞ്ഞു. അത്രപ്പരം മനസ്സിലായില്ല ആ ഒരു പറകം? ഇത്രയും കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാള പറഞ്ഞു, അങ്ങനെ പറയല്ലേ ചങ്ങാതി. ഇന്ന് ട്രാക്ടറും കാറും ലോറിയും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പഠിപ്പിച്ച ഭാഗം ഒന്നുകൂടെ വായിക്കാണേ. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കൃഷിയിടങ്ങളിലും പട്ടണങ്ങളിലും ഞങ്ങൾ എത്ര ജോലി ചെയ്തിട്ടുണ്ട്. ഹോ, അതൊന്നും ഇപ്പോൾ ഓർക്കാനേ വയ്യ. കാള പറയുന്നതിനോട് പശുവും യോജിച്ചു. സദസ്സിലുള്ളവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് കേൾക്കുന്നില്ലേ മക്കളെ? പേജ് നമ്പർ 18 പേജ് നമ്പർ, അതിൽ 2ാമത്തെ പാരഗ്രാഫാണ് ഇപ്പൊ മിസ് വായിക്കുന്നത്. ഓക്കെ. സദസ്സിലുള്ളവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് എല്ലാവരോടും ശാന്തരായിരിക്കാൻ പറഞ്ഞു.
ഉടനെ നായ പ്രസംഗവേദിയിലേക്ക് ചാടിക്കയറി. ബഹു ബഹു സാമാജികരെ, ഇവിടെ ഓരോരുത്തരും വന്ന് അവരവരുടെ യോഗ്യത പാടുകയാണ്. ഞാൻ ഏതായാലും അതിന് ഭാവമില്ല. ഞങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യരോട് ചോദിക്കുക. എത്ര കഥകളിലും കവിതകളിലുമാണ് ഞങ്ങളെ വാഴ്ത്തിയിരിക്കുന്നത്. മഹാകവികൾ പോലും ഞങ്ങളെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നായ മെല്ലെ ഒന്ന് മുരണ്ട് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. അല്ലേ? അടുത്തെന്താ പറഞ്ഞേ? അടുത്ത ഊഴം പൂച്ചയുടെ ആയിരുന്നു. ഇനി പൂച്ചയാണല്ലേ ഇല്ലാത്ത പറയാതിരുന്ന, ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. അടുത്ത ഊഴം പൂച്ചയുടേതായിരുന്നു. പൂച്ച പതുക്കെ പ്രസംഗവേദിയിൽ കയറി ഞാവ് ഞാവ് എന്ന് ശബ്ദിച്ചു. പിന്നെ പതുക്കെ മീശ തടവിക്കൊണ്ട് പറഞ്ഞു, എന്ത്? മാന്യരെ, ശ്രീ ശുനകൻ പറഞ്ഞത്, ശുനകൻ ആര്? പട്ടി അല്ലെ? പട്ടി പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെയാണ് മനുഷ്യർ ആദരിക്കുന്നതും ലാളിക്കുന്നതും? വീട്ടിനകത്ത് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇങ്ങനെ തുടങ്ങി പൂച്ചയുടെ വീമ്പ് പറിച്ച്. അല്ലേ? പട്ടി പറഞ്ഞു, എന്ത്? എന്റെ യോഗ്യത അറിയണമെങ്കിൽ മനുഷ്യരോട് ചോദിക്കൂന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത്? പൂച്ച എന്താ പറയുന്നത്? മനുഷ്യരുടെ, അതായത് വീടുകളില് അകത്തും ഒക്കെ കയറാനുള്ള സ്വാതന്ത്ര്യം ആർക്കാ? പട്ടിക്കാണോ പൂച്ചക്കാണോ? പൂച്ചക്കുട്ടി തന്നെയാണ്. പൂച്ചക്കണ്ണ് തന്നെയാണ്. ഓക്കെ, അതാണ് പൂച്ച പറഞ്ഞത്. അതുകൊണ്ടാണ് പൂച്ച പറഞ്ഞത്. എന്താ പറഞ്ഞത്? ശ്രീ ശൂനകൻ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ. എന്താ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെയാണ് മനുഷ്യർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും? അല്ലേ? ആരെയാണ് മനുഷ്യനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്ന് ചോദിച്ചു. കാരണം മടിയിൽ വരെ ഇരുത്തി ഇപ്പൊ പട്ടീനെയും അകത്ത് കയറ്റുന്നവരൊക്കെ ഉണ്ട് അല്ലേ? പട്ടിയും അകത്തന്നെ വളരുന്നുണ്ട് അല്ലേ? പൂച്ചപ്പട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ. അതിനെ മടിയിൽ തന്നെ വളർത്തുന്നവരുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ശുനകൻ എന്ന് പറഞ്ഞ ആരാർത്ഥം? എന്താ അർത്ഥം? നായ. പട്ടി അല്ലേ? ശുനകൻ. അപ്പൊ ശുനകൻ പറഞ്ഞു, എന്ത്? പറഞ്ഞതൊക്കെ മനുഷ്യരോട് ചോദിക്ക്, ഞാനാണ് ഏറ്റവും, മനുഷ്യരോട് ചോദിച്ചാലേ അറിയൂന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിലും നല്ലത് ഞാനാണെന്നാണ് ആര്? പൂച്ച പറഞ്ഞത് അല്ലെ? എന്നെ അകത്തും ഒക്കെ കയറ്റി സ്വാതന്ത്ര്യത്തോടെ വിടരുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? വീട്ടിനകത്ത് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇങ്ങനെ തുടങ്ങി പൂച്ചയുടെ വീമ്പ് പറിച്ചിൽ. വീണ്ടും വന്ന് വീമ്പ് പറിച്ചിൽ അല്ലെ? പൂച്ചയും തന്റെ യോഗ്യത വാഴ്ത്തിപ്പാടാൻ തുടങ്ങി അല്ലെ? ഇനി എന്താ അടുത്ത് പറയുന്നേ? പിന്നീട് അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ശാന്തനായ ആ മൃഗം എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ എല്ലാവരും ഹീ ഹീ എന്ന് ചിരിക്കുകയും കഴുത കഴുത എന്ന് ഉറക്കെ വിളിച്ചു പോവുകയും ചെയ്തു. തൊണ്ട ഇടറിക്കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയ കഴുതയ്ക്ക് പ്രസംഗം തുടരാൻ കഴിഞ്ഞില്ല അല്ലേ? പാവ, അതിനെ ഇങ്ങനെ ഹീ ഹീ എന്നെല്ലാം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയ ആള് കഴുത കഴുത എന്ന് പറയാൻ തുടങ്ങി അല്ലെ? കഴുത നമ്മൾ പറയാറുണ്ട് ചിലവര് അല്ലെ? ദേഷ്യപ്പെട്ടിട്ട് കഴുത എന്നും വിളിക്കുന്നേക്കാം എല്ലാവരും അല്ലെ? അതേപോലെ അപ്പൊ എന്ത് ചെയ്തു? കഴുതയ്ക്ക് സങ്കടം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തൊണ്ട ഇടറിക്കൊണ്ടാണ് പിന്നീട് സംസാരിച്ചത്. അപ്പോ തൊണ്ട ഇടറിക്കൊണ്ടത് എന്തുകൊണ്ടാ തൊണ്ട ഇടറിയത് കഴുതയ്ക്ക്? എന്തുകൊണ്ടാണ് കഴുതയ്ക്ക് സങ്കടം വന്നേ? തൊണ്ട ഇടറിയത്? ഹീ ഹീ കഴുത എന്നെല്ലാം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അല്ലെ? അപ്പൊ എന്തായി? തൊണ്ട ഇടറി. തൊണ്ട ഇടറിക്കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയ കഴുതയ്ക്ക് പ്രസംഗം തുടരാൻ കഴിയില്ല. എന്തുകൊണ്ടാ? കരച്ചിൽ വന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലെ? അങ്ങനെ സംസാരിക്കാൻ പറ്റാതെ അധ്യക്ഷൻ 2 വട്ടം ഉറക്കെ ചിഹ്നം വിളിച്ചു. എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷേ സദസ്സ് ശാന്തമായില്ല. അതിനാൽ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചതായി ആന ചിഹ്നം വിളിച്ചുകൊണ്ട് അറിയിച്ചു. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആനയായിരുന്നു അല്ലേ? അതാ ചിഹ്നം വിളിച്ചത്, ആനയുണ്ട്. അപ്പോ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചതായി ആന ചിഹ്നം വിളിച്ചുകൊണ്ട് അറിയിച്ചു. യോഗം തൽക്കാലത്തേക്ക് പിരിഞ്ഞു അല്ലേ? തൽക്കാലത്തേക്ക് പിരിഞ്ഞു. അങ്ങനെ മൃഗങ്ങളെല്ലാം അടുത്തുള്ള ആറ്റിലേക്ക് പോയി. എന്താ ആറ്? നമ്മ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ആറ് എന്താ മീനിങ്? പുഴ. വെരി ഗുഡ്, വെരി ഗുഡ്. ആറ് പുഴ. അപ്പൊ ആറ്റിലേക്ക് പോയി. കാലും മുഖവും കഴുകി വെള്ളം കുടിച്ച് കാറ്റത്ത് കുറച്ചു നേരം വിശ്രമിച്ചു. എല്ലാവരും ശാന്തരായപ്പോൾ യോഗം വീണ്ടും ആരംഭിച്ചു. അല്പം അമ്പരപ്പോടെ കഴുത പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ കഴുത പ്രസംഗിച്ച് നോക്കാം നമുക്ക് അല്ലേ? ചങ്ങാതിമാരെ, ഞാനൊരു എളിയ സേവകൻ മാത്രമാണ്.
ആരിൽ നിന്നും ഞാൻ ബഹുമതി ആശിക്കുന്നില്ല. എന്നാൽ നാട്ടിലെ വിഴുപ്പേറ്റാൽ ഞാനില്ലെങ്കിൽ ലോകത്തിന്റെ കോലം എന്താകുമായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴുത ഒരു വിധം പറഞ്ഞൊപ്പിച്ചു അല്ലേ? ഓക്കെ, കഴുതയുടെ പ്രസംഗം പൂർത്തിയാക്കി അല്ലേ? സങ്കടമൊക്കെ പോയി കഴുത പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ സമയം വൈകി. ഉപസംഹാര പ്രസംഗത്തിനായി ഉപസംഹാരം എന്താ? ഉപസംഹാരം ഉപസംഹാരം അവസാനിപ്പിക്കല് അല്ലേ? ഉപസംഹാര പ്രസംഗത്തിനായി അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നു. സദസ്യരെ വന്ദിച്ചുകൊണ്ട് ആന പറഞ്ഞു, മഹാന്മാരെ, മഹതികളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ഞാനാണ് ആ ബഹുമതിക്ക് അർഹനെന്ന്. ആരാ പറയുന്നത്? ആനയാണ് പറയുന്നത് കേട്ടോ. കരയിലെ ഏറ്റവും വലിയ മൃഗമായ എന്നെ പോലെ മറ്റൊരു മൃഗവും വിലമതിക്കപ്പെടുന്നില്ല. ആന ചത്താലും ജീവിച്ചാലും 12000 എന്ന് ചൊല്ല് കേട്ടിട്ടില്ലേ? ഇനി അന്തസ്സിന്റെ കാര്യം. രാജാക്കന്മാർക്കും ദേവന്മാർക്കും എഴുന്നള്ളത്തിന് ഞാൻ വേണം. ഇതെല്ലാമായിരുന്നു എന്റെ വിചാരം. അപ്പൊ ആന എന്തൊക്കെയാ പറഞ്ഞേ? ആന പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനാണ് ഏറ്റവും മുമ്പൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തൊക്കെയാണ് ആനയുടെ പ്രത്യേകതകളായ ആന പറഞ്ഞത്? ഏതൊക്കെയാണ് ആനയുടെ പ്രത്യേകതകളായിട്ട് ആന പറഞ്ഞത്? കരയിലെ ഏറ്റവും വലിയ മൃഗമായ എന്നെ പോലെ മറ്റൊരു മൃഗവും ഇല്ലെന്നാണ് വിചാരിച്ചത് അവര് ആന വിചാരിച്ചത്. ഇനി അന്തസ്സിന്റെ കാര്യം. രാജാക്കന്മാർക്കും ദേവന്മാർക്കും എഴുന്നള്ളത്തിന് ഞാൻ വേണം. ഇതെല്ലാമായിരുന്നു ആരുടെ വിചാരം? ആനയുടെ വിചാരം അല്ലേ? എന്നാൽ എന്റെ എല്ലാ അഹങ്കാരവും ശമിച്ചിരിക്കുന്നു. സേവനത്തിൽ നാം എല്ലാവരും തുല്യർ തന്നെ അല്ലേ? ഇപ്പൊ കേട്ടതിൽ വെച്ച് നമുക്ക് സേവനത്തില്, അതായത് മറ്റുള്ളവരെ സേവിക്കുന്നതില് എല്ലാ മൃഗങ്ങളും തുല്യരാണ് അല്ലേ? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തില് ഓരോരാളും ഓരോ സേവനം ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ലേ മോളെ? ഇല്ല മിസ്സേ, കട്ടായിട്ട് കേൾക്കുന്നേ. നല്ല വൃത്തി സൗണ്ട് ഉണ്ടല്ലോ. ഫുൾ വോളിയത്തിലാണ്. ബാക്കിയുള്ളവർക്ക് സേവനത്തിൽ ഞാൻ എല്ലാവരും തുല്യർ തന്നെ. ഈ വിഷയത്തിൽ വലിപ്പ ചെറുപ്പമില്ല. ഓരോരുത്തരുടെയും സേവനം ഓരോ വിധത്തിലാണെന്ന് മാത്രം. അതിനാൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം പിരിച്ചുവിടുന്നു അല്ലെ? അപ്പൊ ഇത്രയും നമ്മളെ ഓരോ മൃഗങ്ങളുടെയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് എന്താണ്? എല്ലാവരും സേവനത്തിൽ തുല്യരാണെന്ന് ആനയ്ക്ക് മനസ്സിലായി അല്ലേ? അപ്പോ എന്താണ്? എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തില് സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരെ യോഗം പിരിച്ചുവിട്ടു? അധ്യക്ഷൻ അല്ലേ? ആന. ഇതെല്ലാം കേട്ടുകൊണ്ട് ആലിൽ മുകളിൽ ഇരിക്കുന്ന കുരങ്ങൻ പറഞ്ഞു, ചങ്ങാതിമാരെ, നിങ്ങൾ ചെയ്യുന്ന സേവനം പ്രശംസനീയം തന്നെ. പ്രശംസനീയം എന്താ അർത്ഥം? പ്രശംസനീയം എന്താ അർത്ഥം മക്കളെ? പ്രശംസിക്കത്തക്കത് അല്ലേ? പ്രശംസിക്കുക. നമ്മൾ ഒരാളെ വിജയിക്കുകയും ചെയ്യുമ്പോൾ പ്രശംസിക്കുന്നില്ലേ അല്ലേ? അഭിനന്ദിക്കുന്നില്ലേ? അതാണ്. അപ്പൊ പ്രശംസനീയം എന്ന് പറഞ്ഞാൽ സ്തുതിക്കത്തക്ക അല്ലെങ്കിൽ പ്രശംസിക്കത്തക്കത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, പ്രശംസ, അവരുടെ പ്രശംസ പിടിച്ചു പറ്റി എന്നൊക്കെ പറയില്ലേ? സ്തുതിക്കത്തക്കത് എന്നാണ് അർത്ഥം അല്ലെ? ഓക്കെ. കാട്ടിൽ വസിക്കുന്ന ഞങ്ങളെ പോലെ ധാരാളം മൃഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ അല്ലെ? കാട്ടില് ഇങ്ങനെ ഒരുപാട് ജീവികൾ ഇല്ലോണ്ട് തന്നെയാണ് പ്രകൃതി നിലനിൽക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും കയ്യടിച്ചു എന്നാണ് കഥ. മൃഗങ്ങളുടെ കഥ. മൃഗങ്ങളെല്ലാരും കൂടി ഒരു ദിക്കില് മീറ്റിംഗ് ചേർന്നതും ഓരോരാളുടെ കാര്യം ആരാണ് മുമ്പ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓരോരാള് ഓരോ കാര്യങ്ങളും പറയുന്നതുമാണ് അതിൽ കഥ പറഞ്ഞത് അല്ലേ? ഓക്കെ, അത്രയാണ് ആ കഥ. മുമ്പിലൊരു പാഠം, ഇങ്ങനെ ഒരു പാഠം അല്ലേ? പക്ഷെ കുറെ അർത്ഥങ്ങളും വർക്കുകളും ഒക്കെ ഉണ്ട് പാഠത്തില്. പദപരിചയത്തിൽ എന്തൊക്കെയാണ് നോക്കിയേ? അനന്തരം. എന്താ അർത്ഥം അനന്തരം? നോക്കിയിട്ടൊന്നുമില്ല ആരും? അനന്തരം ശേഷം. അനന്തരം
ശേഷം. അപ്പൊ നമ്മള് തൊട്ട് മുന്നത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരണത്ര അല്ലേ മിസ്? അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറ്റുന്നത്ര വേഗം തരാം. അതിനുശേഷം നിങ്ങൾ ഈ പാഠത്തിന്റെ കൂടി അർത്ഥവും ബാക്കിയുള്ള കുറച്ച് ആക്ടിവിറ്റി ഞാൻ പറയുന്നത് എഴുതി വെക്കണം കേട്ടോ. എല്ലാം നോട്ട്ബുക്കിൽ എഴുതുന്നില്ലേ മക്കളെ എല്ലാവരും? പദം പരിചയപ്പെടുക എന്നുള്ളത് നിങ്ങൾ നോട്ടിലേക്ക് വെക്കണേ. മീനിങ് എഴുതണേ. മീനിങ് എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. ആ പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അനന്തരം എന്താ അർത്ഥം? ശേഷം. അന്തസ്, അന്തസ്സല്ല, ഗോവ്. ഗോവ് എന്താ അർത്ഥം? ഗോവ് പശു. ആ ഗോവ് പശു. ഓക്കെ. നെക്സ്റ്റ് ഊഴം. എന്താ ഊഴം? ക്രമം. ഊഴം കാത്തുവന്റെ ക്രമം. ക്രമം. ഊഴം ക്രമം. ശമിക്കുക, അടങ്ങുക. ശമിക്കുക, അടങ്ങുക. അപ്പൊ പനിയൊക്കെ ശമിച്ചു എന്ന് പറയാറുണ്ട് അല്ലേ? അടങ്ങുക എന്നാണ് അർത്ഥം, ശമിക്കുക. അടുത്തത് വിഴുപ്പ്. എന്താ വിഴുപ്പ്? അഴുക്ക് വസ്ത്രത്തിനാണ് വിഴുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ വിഴുപ്പ് അലക്കണം എന്നെല്ലാം. അപ്പൊ വിഴുപ്പ് പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ്. വിഴുപ്പ് അഴുക്ക് വസ്ത്രം. അടുത്തത് ഉപസംഹാരം. എന്താ ഉപസംഹാരം? അവസാനിപ്പിക്കൽ. അവസാനിപ്പിക്കൽ. ഓക്കെ. സമാജികർ. അടുത്തത് സമാജികർ. സമാജത്തിലെ അംഗങ്ങൾ. സമാജത്തിലെ അംഗങ്ങൾ. ഓക്കെ. ഇനി ശുനകൻ. ശുനകൻ നായ. ഓക്കെ, നായ അല്ലെങ്കിൽ പട്ടി. ആദരിക്കുക, ബഹുമാനിക്കുക. ബഹുമാനിക്കുക. പ്രശംസനീയം, സ്തുതിക്കത്തക്കത്. ഓക്കെ. അടുത്തത് വംശം. എന്താ വംശം അർത്ഥം? കുലം. വംശം കുലം. യോഗ്യത. യോഗ്യത അർഹത. അന്തസ്. അന്തസ് അഭിമാനം. ലാളിക്കുക. 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 എല്ലാ നോട്ട്ബുക്കിലൊക്കെ എഴുതണേ. എഴുതാണ്ട് ആരും നിൽക്കരുത്. ലാളിക്കുക. ലാളിക്കുക. വാത്സല്യത്തോടെ പെരുമാറുക. വാത്സല്യത്തോടെ പെരുമാറുക. അപ്പൊ അത്രയാണ് മീനിങ് ഉള്ളത് അല്ലെ? വേർഡ് മീനിങ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ്. ശ്രദ്ധിക്കണേ മക്കളെ, ഉത്തരം കണ്ടെത്തുക. നിങ്ങൾക്ക് പാഠം മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഉത്തരം കണ്ടെത്തുക. മിസ് ചോദിക്കുന്ന ആള് പറയണേ, മൃഗങ്ങൾ യോഗം ചേർന്നത് എവിടെ? എവിടെയാണ് മൃഗങ്ങൾ യോഗം ചേർന്നത്? ആർക്കൊക്കെ അറിയാം ആൻസർ? ഓക്കെ, നവമി രാജേഷിന് അറിയാം അല്ലേ? പിന്നെ ആർക്കറിയാം? ഇവിടെ കുറെ പേര് കൈവക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എവിടെയാണ്? എവിടെയാ ഏഞ്ചൽ റോസേ? അമ്പലപ്പറമ്പില്. ഓക്കെ, അമ്പലപ്പറമ്പിലാണ് അല്ലേ? അമ്പലപ്പറമ്പിലാണ് മൃഗങ്ങൾ യോഗം ചേർന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ടിൻപുറത്തെ മൃഗങ്ങൾ അമ്പലപ്പറമ്പില് യോഗം ചേർന്നു. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? യോഗത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തായിരുന്നു? ആരാ പറയുന്നേ? ആർക്കൊക്കെ അറിയാം? അറിയാം എല്ലാവർക്കും? ഓക്കെ. യോഗത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഓക്കെ, പറഞ്ഞോ, ആരാ പറയുന്നേ?
റിലു. എന്താ റിലു? ആരാണ് മുമ്പൻ എന്ന് കണ്ടുപിടിക്കാൻ. ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന മൃഗത്തിന് ബഹുമതി കൊടുക്കുക അല്ലെ? ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന മൃഗത്തിന് ബഹുമതി നൽകുക, അതായത് ആരാണ് മുമ്പൻ എന്ന് കണ്ടെത്തും. ഓക്കെ, അതാണ് യോഗത്തിന്റെ ഉദ്ദേശം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂച്ചയുടെ വീമ്പ് പറച്ചിൽ എന്തായിരുന്നു? ആരാ പറയുന്നേ? എന്താണ് അലൻ മാത്യു? പൂച്ച പതുക്കെ പ്രസംഗ വേദിയിൽ കയറി ഞാവ് ഞാവ് എന്ന് ശബ്ദിച്ചു. പിന്നെ പതുക്കെ മീച്ച തടവി കൊണ്ട് പറഞ്ഞു, മനുഷ്യരെ ശ്രീ. അതായത് എന്താ അതിന്റെ ആൻസർ ശരിക്കും പറയുക? ആരെയാണ് മനുഷ്യർ ആദരിക്കുന്നതും ലാളിക്കുന്നതും? വീട്ടിനകത്ത് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണ്? എന്നിങ്ങനെയായിരുന്നു പൂച്ചയുടെ വീമ്പ് പറച്ചിൽ. അത്രയല്ലേ എഴുതണ്ടോ? അല്ലേ? അതല്ല ചോദിച്ചത്. പട്ടി പറഞ്ഞതിന് എതിരായിട്ട് പൂച്ച ചോദിച്ചത് എന്തൊക്കെയാ? ആരെയാണ് മനുഷ്യർ ആദരിക്കുന്നതും ലാളിക്കുന്നതും? വീട്ടിനകത്ത് എല്ലായിടത്തും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യം ആർക്കാണ്? എന്നിങ്ങനെയായിരുന്നു പൂച്ചയുടെ വീമ്പ് പറച്ചിൽ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ പറയണ്ടേ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അധ്യക്ഷൻ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കാൻ കാരണം എന്ത്? എന്താണ്? എന്താ ആവണി? എന്താണ് കാരണം? എന്തിനു വേണ്ടിയാണ് യോഗം അരമണിക്കൂർ നേരത്തേക്ക് നീട്ടിവെച്ചത്? സദസ്സ് ശാന്തമാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? സദസ്സ് ശാന്തമാക്കാൻ കഴിയാത്തതിനാലാണ് അധ്യക്ഷൻ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നീട്ടിവെച്ചത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താനാണ് ബഹുമതിക്കർഹനെന്ന് ആന കരുതിയത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ താനാണ് ബഹുമതിക്ക് അർഹനെന്ന് ആന കരുതിയത്? എന്തുകൊണ്ടാ ജുവലെ? ജുവൽ. രാജാക്കന്മാരെ ദേവന്മാർ. അതിനു മുമ്പേ ഉണ്ട്, അതിനു മുൻപേ ഉണ്ട് കുറച്ച്. എന്താണ്? എനിക്ക് കരയിലെ ഏറ്റവും വലിയ മൃഗമായ എന്നെ പോലെ മറ്റൊരു മൃഗവും വിലമതിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് താനാണ് ബഹുമതിക്ക് അർഹൻ എന്ന് ആന കരുതിയല്ലേ. പിന്നെ രാജാക്കന്മാരുടെയും അതും പറയാം. ഓക്കെ, അപ്പൊ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, രാജാക്കന്മാരും മറ്റും എന്നെയാണ് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കൊണ്ടല്ലേ താനാണ് മുമ്പൻ എന്ന് ആന ചിന്തിച്ചത്, ബഹുമതിക്ക് അർഹനെന്ന് ആന ചിന്തിച്ചത്. അതുകൊണ്ടാണ്. ഈ കഥയിലെ ഗുണപാഠം എന്ത്? എന്താണ് ഈ കഥയിലെ ഗുണപാഠം? മിസ് പറഞ്ഞില്ലേ? എന്താണ് ഈ കഥയിലെ മോറല്? സേവനത്തിൽ എല്ലാവരും തുല്യരാണ് എന്നതല്ലേ? സേവനത്തിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എല്ലാവരും സേവനത്തിൽ തുല്യരാണ് എന്നല്ലേ? ലാസ്റ്റ് ആന പറഞ്ഞു നിർത്തിയതും അത് തന്നെ. ഞാനാണ് മുമ്പൻ എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ സേവനത്തിലെ എല്ലാവരും തുല്യരാണ് എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം കേട്ടോ. ഈ കഥയിലെ ഗുണപാഠം എന്തെന്ന് ചോദിച്ചാൽ സേവനത്തിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം. ഓക്കെ, അപ്പൊ അത്ര പേരെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. 6 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഓക്കെ, നല്ലതുപോലെ പാഠം മനസ്സിലായിട്ടിരുന്നു. കുറച്ച് നാളായി എടുത്തത് കൊണ്ടാണാവോ. ഇനി അടുത്ത എന്താ? മൂന്നാമത്തത് ക്രമം ശരിയാക്കി എഴുതാം. നോക്കി എല്ലാവരും. ഇനി നിങ്ങൾ തന്നെ പറയണേ. മാതൃക എന്താ പറയുന്നേ? നായയുടെ ആയിരുന്നു പ്രസംഗം. അടുത്തത് അത്രയാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാ വന്നത്? തന്നിട്ടുണ്ട് എക്സാമ്പിൾ. എന്ത്? അടുത്തത് നായയുടെ പ്രസംഗമായിരുന്നു.
അങ്ങനെയാണ് ക്രമം ശരിയാക്കി എഴുതിയത് അല്ലേ. എക്സാമ്പിൾ തന്നതിൽ നായയുടെ ആയിരുന്നു പ്രസംഗം അടുത്തത് എന്നാണ്. അതില് നമ്മൾ ശരിയാക്കി എഴുതുമ്പോ എന്താ എഴുതേണ്ടത്? അടുത്തത് നായയുടെ പ്രസംഗം ആയിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് 2 എണ്ണം. എന്താ എഴുതേണ്ടത് നോക്കിയേ. യോഗം അനുവാദത്തോടെ എല്ലാവരുടെയും ആരംഭിച്ചു. എങ്ങനെയാ പറയുവാ? എങ്ങനെയാ ഷെസിനെ പറയുവാ? നമ്മളിപ്പം പറഞ്ഞപടി എങ്ങനെയാണ് ആ 2ാമത്തെ എക്സാമ്പിൾ നമ്മൾ എഴുതണ്ടേ? യോഗം അനുവാദത്തോടെ എല്ലാവരുടെയും ആരംഭിച്ചു. എങ്ങനെ എഴുതുക? യോഗം എല്ലാവരുടെയും യോഗം എന്നാണോ ആദ്യം വേണ്ടത്? ആരംഭിച്ചു. എങ്ങനെയാ പറയണ്ടേ? ഒന്നുകൂടെ പറഞ്ഞേ ഷെസിൻ. യോഗമല്ല, എല്ലാവരുടെയും അനുവാദത്തോടെ ആരംഭിച്ചു. ഓക്കെ, അതാണ് ശരി. എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ആരംഭിച്ചു. അതാണ് ശരിയായിട്ട് എഴുതേണ്ടത്. എഴുതി വെച്ചോ. എവിടെ എഴുതി വെക്കുന്നേ? വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും എഴുതൂല. അപ്പൊ ആദ്യത്തെ പോലെ എഴുതണേ. ഏത് ക്രമം ശരിയാക്കി എഴുതാന്ന് എഴുതുക. എന്നിട്ട് എക്സാമ്പിൾ എഴുതുക. നായയുടെ ആയിരുന്നു പ്രസംഗം അടുത്തത്. എന്നിട്ട് താഴെ ശരിയായിട്ട് എഴുതുക. അടുത്തത് നായയുടെ പ്രസംഗം ആയിരുന്നു എന്ന് എഴുതുക. അടുത്തത് 2 ഇടുക. 2 ഇട്ടിട്ട് യോഗം അനുവാദത്തോടെ എല്ലാവരുടെയും ആരംഭിച്ചു. എന്നിട്ട് അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം? എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ആരംഭിച്ചു. മിസ് എഴുതരണോ? ആദ്യം ഫസ്റ്റ് 1 വരുക എല്ലാവരുടെയും. എന്തറിയൂ? എഴുതിയോ ഷഹ്മ? വേഗം എഴുതിയേ എല്ലാവരും. നവമി, റിലു, ജൊഹാന, നിത, ബെനീറ്റ. ഇപ്പൊ എഴുതാൻ സമയം ഉണ്ടാവും തോന്നില്ല അല്ലെ. ജൂലിയറ്റ്, അലൻ മാത്യു, ആവണി മഹേഷ്, ജോയൽ ജോസഫ്, മുഹമ്മദ് ഷെസിൻ, എയ്മി റോസ്, അലൻ മാത്യു ദിലീപ്, ആവണി മഹേഷ്, ജോയൽ ജോസഫ്, ആരാധ്യ പ്രജിത്ത്, എഡ്വിൻ തോമസ്, ജോമൽ ജുവൽ, എറിക് ആന്റോണിയോ ഷിനോജ്, ഹസ്ന ഷെറിൻ. ഏഞ്ചൽ റോസിനെ വിളിച്ചു അല്ലേ? വിളിച്ചില്ലേ? ഓക്കെ. സെൽന എലിസബത്ത്, മുഹമ്മദ് ഷാൻ, നിദ ഫാത്തിമ. ഓക്കെ. എന്താണ് ഏഞ്ചലേ? പിന്നെ നോട്ടിലോട്ട് എഴുതിയാൽ മതിയോ? ക്ലാസ് കഴിയുമ്പോ എഴുതിയാൽ മതി. നോട്ടിലേക്ക് എഴുതണം കേട്ടോ. അത് ഇപ്പൊ എഴുതണ്ട. ഇപ്പൊ എഴുതിയ നമ്മള് മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല അല്ലേ? അതുകൊണ്ട് എഴുതണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ഞാൻ എഴുതിത്തരാം വേണമെങ്കിൽ. പിന്നെ അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ തന്നതിന് ശേഷം എഴുതാനും പറ്റൂ. അപ്പൊ എങ്ങനെയാ വരുമെന്നറിയോ? ആ ലാസ്റ്റ് 1 ക്ഷണിച്ചു പ്രസംഗിക്കാൻ കഴുതയെ അധ്യക്ഷൻ. എങ്ങനെയാ വരുവാ? പറഞ്ഞോ. എന്താ ഇതാ? ആ ലാസ്റ്റ് 1 എങ്ങനെയാ വരുവാ? ക്ഷണിച്ചു പ്രസംഗിക്കാൻ കഴുതയെ അധ്യക്ഷൻ. എങ്ങനെയാണ് ഇതാ വരുവാ? ഇതൊക്കെ കേൾക്കുന്നില്ല. എറിക്കേ പറഞ്ഞോ. കഴുതയെന്നല്ല, ആദ്യം എന്ത് വരും? ക്ഷണിച്ചു പ്രസംഗിക്കാൻ കഴുതയെ അധ്യക്ഷൻ. അതെങ്ങനെയാ ക്രമം ശരിയാക്കി എഴുതുക? അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അതാണ് ശരിയാക്കി എഴുതേണ്ടത്. ഓക്കെ മക്കളെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ.